ഹായ് ഗോൾഡൻ ടേസ്റ്റി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ചെടികൾ മൊത്തം നശിച്ചു പോയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു. ആ ചെടികളെയൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് ഇതുണ്ടോ, ഇതുപോലെയാണിത് അങ്ങോട്ട് ചീഞ്ഞുണങ്ങി പോവുക. ഈ സാധനം വെയിൽ കൊണ്ടിട്ടാണ് ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതൊന്നും ഇത് നല്ലൊരു ഉഷാറിലേക്ക് വന്നില്ല. ഞാൻ പിന്നെ എല്ലാം നല്ലതുപോലെ റിപ്പോർട്ട് ചെയ്ത് ചാണകവും എല്ലുപൊടിയും കുമ്മായം എല്ലാം ഞാൻ ഇതിന് ചേർത്ത് കൊടുത്ത് ഇവരെ ഞാനൊന്ന് രക്ഷപ്പെടുത്തി എടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഞാൻ ഇവരെയൊക്കെ ഒന്ന് ഇതാക്കുക. അപ്പം എങ്ങനെയും ഒരു 10-15-20 ദിവസം ആയി ഞാനിവരെ ഇങ്ങനെ ഇതാക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റേതായ കൂമ്പും ഇതൊക്കെ അവർക്ക് വന്നു. അതായത് ഇത് കണ്ട ഈ സംഭവമാണെങ്കിൽ 600 രൂപയുടെ സാധനമാണിത്. അതൊക്കെ അങ്ങ് അനങ്ങാതെ നിൽക്കുക ഈ ചെടിയെ. അതിന് പിന്നെ ഒരു കൂമ്പ് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും നല്ല വില കൊടുത്ത് ഞാൻ വാങ്ങിയതാണെങ്കിലും എല്ലാം അങ്ങനെ നരച്ച് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അതിനൊക്കെ ഒരു വേണ്ട ഇതുപോലെ ഇതിങ്ങനെ ആവുക. അപ്പം ഞാൻ അതിനെയൊക്കെ നന്നായി ചീഞ്ഞ ഇലകളെയെല്ലാം കളഞ്ഞേച്ച് ഞാൻ പിന്നെ ചാണകപ്പൊടിയും എല്ലുപൊടിയും മറ്റേ പിന്നെ പിണ്ണാക്ക് ഇത് കൂട്ട് ഈ പിണ്ണാക്കും എല്ലാം ഇട്ടിട്ട് ഞാനങ്ങോട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ആക്കി. കുട്ടുപിണ്ണാക്കാണ് കേട്ടോ, നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്. ഇതുകൊണ്ട് എന്നിട്ടും ഇതിനൊക്കെ ചീച്ചിൽ വരുന്നുണ്ട്. പക്ഷെ ഞാനത് കൂമ്പ് വരുന്നുണ്ട് നല്ലത്. അത് കാരണം പിന്നെ കുറച്ചൊരു സന്തോഷം. ഇതുകൊണ്ട് ഇതൊക്കെ പുതിയ കൂമ്പുകളാണ്. ഇതൊക്കെ ഇതാണെങ്കിലും നല്ല പുതിയൊരു കൂമ്പാണ് വരുന്നത്. എല്ലാം ഇങ്ങനെ ക്ഷീണിച്ച് നിൽക്കുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം പച്ച പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഉണ്ടോ, ആ ചെടിയാണെങ്കിലും അങ്ങ് എത്തിപ്പോയായിരുന്നു. അതൊക്കെ ഞാൻ വില കൊടുത്ത് ഇതിൽ മേടിച്ച് ഒന്ന് വെച്ചതാണ്. പക്ഷേ അതിലൊന്നും പച്ച പിടിച്ചില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പയ്യെ റെഡിയായി വരുന്നുണ്ട്. ഇവരും അതെയായിരുന്നു. ഇവരെയൊക്കെ നല്ല മുഴുത്ത ചട്ടിയിലേക്ക് ആക്കി ഞാൻ നല്ല സൂപ്പറാക്കി. അവരെല്ലാം നല്ല ഉഷാറിൽ വരുന്നുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണ്. ഒരു 10-20 ദിവസമെങ്കിലായെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഞാനൊന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട്. അവർക്ക് പിന്നെ വലിയ ക്ഷീണമൊന്നും സംഭവിച്ചില്ല. പൂക്കളുണ്ടായ അന്നേരം തന്നെ അതങ്ങോട്ട് വാടിക്കരിഞ്ഞു പോകുക. വേറെ പ്രശ്നമൊന്നും അവർക്കില്ല. ഇതൊരു ചാഞ്ഞ ഗോപുരം പോലെ ഇങ്ങനെ ചെരിഞ്ഞു വരുവാണ്. വലിയ ചട്ടിയിൽ അത് വെച്ച് കൊടുക്കണമെന്ന് തോന്നുന്നു. ഏതായാലും ഇച്ചിരി കൂടെ കഴിയട്ടെ വലിയ ചട്ടി മേടിക്കാമെന്ന് വിചാരിച്ചു. ഇതാണേലും ഒരു വെള്ള രസമുള്ളവരെന്നാണ്. അതും കണ്ടോ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ആയി പോവുക. ഇതെല്ലാം നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അതിനും പുതിയ കൂമ്പ് ഇതല്ലേ കൂമ്പ് വന്നെങ്കിലും അതെല്ലാം ഉണങ്ങി കഴിഞ്ഞ് വരുന്നത്. ഏതായാലും കുറച്ചും കൂടെ കഴിയട്ടെ. കാരണം ഒരു മഴ പെയ്താൽ പിന്നെ ഒരാഴ്ചത്തേക്ക് മഴയില്ല. അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ മഴ. എല്ലാം ഇങ്ങനെ അറ്റമൊക്കെ ഇങ്ങനെ ഈ സൂര്യാഘാതം ഏറ്റുപോയതുപോലെ ഇതിന് ഒക്കെ സംഭവിച്ചതാണ്. ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെയാണെങ്കിൽ അങ്ങോട്ട് കളറ് മാറിപ്പോയി. ഈ കളറൊന്നും അല്ലായിരുന്നു, ഡാർക്ക് റോസായിരുന്നു. ഇനി അത് നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനാണേലും ഒരു നല്ല ഭംഗിയുള്ള ഒരു കളറായിരുന്നു. ഇനിയും വരുമായിരിക്കും. അതൊക്കെ വന്നിട്ട് വേണം ആർക്കെങ്കിലും വേണമെന്ന് ചോദിക്കാൻ. അല്ലാതെ അതിൻ്റെ ഒറിജിനാലിറ്റി വരാതെ എനിക്കതൊന്നും നിങ്ങൾക്കൊന്നും തരാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഈ ചെടികളാണേലും അങ്ങനെയൊക്കെ തന്നെയാണ്. വലിയൊരു ഒറിജിനാലിറ്റി വന്നില്ല. ഇതൊക്കെ ആണെങ്കിലും ഒരു ക്ഷീണം പോലെയാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ചൊക്കെ ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നേനായിരുന്നു. ഇതിപ്പോൾ അത്രയൊരു ഇത് വരുന്നില്ല. പിന്നെ ഇവരൊക്കെ നല്ല ഉഷാറാണ്. പിന്നെ ഒരു 5-6 ചെടിയൊക്കെ ഇവരൊക്കെ ഉഷാറായി ഇപ്പം വരുന്നതേ ഉള്ളൂ. ഇതുണ്ടോ, ഇതൊക്കെ നല്ല ഇതാണ്. ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. 1 വർഷമെല്ലാം കഴിഞ്ഞു ഈ ചെടി ഞാൻ മേടിച്ചിട്ട്. ഇതിന് ഒരു 2-3 മാസമേ ആയുള്ളൂ. കുഴപ്പമില്ല. അതിൻ്റെയൊക്കെ നിറമൊക്കെ നല്ല ഒറിജിനാലിറ്റിയിൽ വരുന്നുണ്ട്. അതൊക്കെ നല്ലൊരു വെള്ള കളർ പോലെ ആയിപ്പോയായിരുന്നു. ഈ വെയിൽ കൊണ്ടിട്ടേ അങ്ങോട്ട് വല്ലാതായിപ്പോയായിരുന്നു. ഇപ്പോൾ അതെല്ലാം നല്ല ഭംഗിയിൽ വരുന്നുണ്ട്. ഇതാണേലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിനൊക്കെ സൂര്യാഘാതം ഏറ്റ പോലെ ഇതെല്ലാം ഇങ്ങനെ ഇലയെല്ലാം ചീഞ്ഞ് സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പോൾ അവരെല്ലാം മിടുക്കരായി വരുന്നുണ്ട്. ഉണ്ടോ, എല്ലാവരും മിടുക്കരായി വരുന്നുണ്ട്. മിടുക്കരായി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്കിത് ആവശ്യക്കാർക്ക് തരാം കേട്ടോ. കുറച്ചൊക്കെ തരാം.
ഇത് ഒരുപാട് ചട്ടി നിറച്ച് ഇങ്ങനെ വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ്. ഇതൊക്കെ ഓരോ സൈസ് ഇതൊക്കെ ഞാൻ മേടിച്ച് വെച്ച ചെടികളാണ്. അതിനൊക്കെ കൂമ്പ് വരുന്നുണ്ട്. ഇതുണ്ടോ, അതെല്ലാം കൂമ്പ് വരുന്നുണ്ട്. അതിൻ്റെ ചുവട് തന്നെ നല്ലൊരു പ്രത്യേക റോസ് കളറിലാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതൊരു വെറൈറ്റി, ഇതൊരു വേറൊരു വെറൈറ്റി, ഇത് വേറൊരു വെറൈറ്റി. അങ്ങനെയൊക്കെയാണ് ഓരോ ചെടികളും എനിക്കുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പം തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ, പുതിയൊരു മന്ത്രിസഭയിലേക്കൊക്കെ വന്ന് എല്ലാം നന്നായിട്ട് ഭരിക്കാൻ ദൈവം അനുവദിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം എല്ലാവരും ഒരേപോലെ നമ്മുടെ രാജ്യത്ത് സന്തോഷത്തോടെ ജീവിക്കാനുള്ള കൃപയും അനുഗ്രഹമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും അതിനോടൊപ്പം പ്രാർത്ഥിക്കുക. ഓക്കെ, ബൈ ബൈ.